ഷവോമിയുടെ MI-A3 ഇന്ത്യൻ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MI-A3യുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. MI-A3യുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.08 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഫോണിൽ നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഫോണുകളാണ് ലഭിക്കാറ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ MI-A3യുടെ ഡിസ്പ്ലേ പറ്റി നമ്മൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ലഭിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഫോണിൽ നമുക്ക് HD+ ഡിസ്പ്ലേ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ 3D കർവ്ഡ് ഗ്ലാസ് ഡിസൈനുമായിട്ടാണ് ഈ ഫോണിൻ്റെ ബാക്ക് കവർ വരുന്നത്. ബാക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ക്യാമറയുടെ മുകളിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്ക് കവറിൽ ലൈറ്റൊക്കെ തട്ടുമ്പോൾ ഒരു ഹെലിക്സ് വേവ് പാറ്റേണിലുള്ള ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് P2I കോട്ടിംഗ് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഫോൺ സ്പ്ലാഷ് പ്രൂഫാണ്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനുമായിട്ട് തന്നെയാണ് MI-A3 വരുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 665. അപ്പോൾ തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതേ പ്രോസസ്സറുമായിട്ട് വരുന്ന Realme 5ന്റെ 4GB RAM വെർഷൻ നമുക്ക് 11,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന Realme 3 Proയിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സാധാരണ ഫോണുകളെക്കാൾ കൂടുതലായിട്ടുള്ള ഒരു റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 4GB RAM ആണ് ലഭിക്കുന്നത്. 6GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. 4GB റാമിൻ്റെ കൂടെ നമുക്ക് 64GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. 6GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേർണൽ ലഭിക്കുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു സിം മാറ്റിയിട്ട് മെമ്മറി കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് MI-A2 എന്നുള്ള ഫോണിൽ മെമ്മറി കാർഡിനുള്ള ഓപ്ഷന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ പ്രോസസ്സറിനെ പറ്റി ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് പ്രോസസ്സർ ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ കൂടിയും അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. Android 1 പ്രോഗ്രാമിന് കീഴിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. Android 9 സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ 2 കൊല്ലത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ ക്യാമറയാണ്. പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48 മെഗാപിക്സലിലെ f1.8 അപ്പർസിൽ വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. സോണിയുടെ IMX586ൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 8 മെഗാപിക്സലിലെ f2.2 അപ്പർസിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 118 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിലെ ഒരു ഡെപ്ത് സെൻസറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൽ EIS സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4K വീഡിയോ റെക്കോർഡിങ്ങും സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 32 മെഗാപിക്സലിൻ്റെ f2.0 അപ്പർസിൽ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. MI-A2 എന്നുള്ള ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് ഇല്ലായിരുന്നു. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4030 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. Type-C ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോക്സിൽ നമുക്ക് 10 വാട്ടിൻ്റെ ചാർജർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 4GB RAM 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 12,999 രൂപയും 6GB RAM 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 15,999 രൂപയുമാണ്. ഓഗസ്റ്റ് 23 മുതൽ ആമസോൺ വഴിയും mi.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 750 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ HD+ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൂടിയും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫോണാണ് MI-A3. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Realme 5 Pro പോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ഇത്തിരി ടൈറ്റ് ആയിരിക്കും.